ഹായ് ഓൾ. സോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് അറിയാം, നമ്മുടെ PSC ആണെങ്കിലും ശരി, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഫോർ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ്. ഇപ്പോൾ നമുക്ക് ജൂൺ മാസം തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു പോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അതിനോട് കൂടെ തന്നെ പല എക്സാംസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പഴയ ആ ഒരു പാറ്റേൺ 2020 ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്പെക്ടർ കഴിഞ്ഞ് സബ് എഞ്ചിനീയർ വിളിച്ചു, AE വിളിച്ചു, ദെൻ AP വിളിച്ചു, അങ്ങനെ ഒരു സെറ്റ് ഓഫ് എക്സാം, ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ എന്നൊക്കെ പറയുന്ന കുറച്ച് എക്സാംസ് ഒക്കെ ഒരു സീരീസ് ഓഫ് എക്സാംസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ എക്സാംസും ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് എക്സാംസും നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരള PSCയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് എക്സാംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് ഇപ്പോൾ നമ്മൾ അപ്കമിങ് എക്സാമിനേഷൻസ് ഫോർ ഇലക്ട്രിക്കൽ ആസ്പിറൻസ്, ഇലക്ട്രിക്കൽ ഇപ്പോൾ കഴിഞ്ഞ് 2025 പാസ് ഔട്ടായി, മോസ്റ്റ് പ്രോബബ്ലി വിത്തിൻ 2 to 3 months നിങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അല്ലാതെ 24 പാസ് ഔട്ട് ആയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ 23 എനിക്ക് തോന്നുന്നു 22 മുതലുള്ള കുട്ടികൾക്കൊന്നും എക്സാം എഴുതാൻ പറ്റിയ 22 മുതലുള്ള കുട്ടികൾക്ക് ലാസ്റ്റ് എക്സാം ഒന്നും എഴുതാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ 22, 23, 24, 25 25 ആൾക്കാർക്ക് പറ്റുമെങ്കിൽ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ 22 to 25 വരെയുള്ള ഫ്രഷ് ആയിട്ട് പാസ് ഔട്ടായി വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഒരു ടൈം ഗ്യാപ്പാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 7, 8, 9 എക്സാംസ് ഇനി നമുക്കൊരു സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സിലബസ് എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിരിക്കും, ഡിഗ്രി ലെവലാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം എക്സാം സിലബസ് തന്നെയായിരിക്കും വരിക. നേരെ മറിച്ച് ഡിഗ്രി ലെവൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ലെവലായിട്ടുള്ള എക്സാംസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ കുറച്ച് എക്സാംസിനെ പറ്റിയും എന്നൊക്കെ ആയിരിക്കാം വരുന്നത് ഒരു അതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഞാൻ തരാം. ഫസ്റ്റ്ലി എക്സാംസ് ഇനി വരാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി എക്സാംസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാം. കറൻ്റ്ലി നമുക്ക് 3 പരീക്ഷകളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഇലക്ട്രീഷ്യൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ ഓഗസ്റ്റ് ടു ഒക്ടോബർ 2025. ഓഗസ്റ്റ് ടു ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ നമ്പർ 246/2024, 93/2024, 94 ആൻഡ് 270/2024. ഈ ഒരു എക്സാംസ് നമുക്ക് വരുന്ന ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ആ ഒരു എക്സാം കലണ്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ വരുന്നത് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റ്, നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അത് PWD ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ എക്സാമാണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ 436/2024, 32/2025. അതിൻ്റെ ഒരു 436ൻ്റെ സെപ്റ്റംബർ ടു നവംബർ ആ ഒരു വിൻഡോയിലായിരിക്കാം എക്സാം വരുന്നത്. ആൻഡ് 32ൻ്റെ 4/6/2025 ചാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ലൈൻമാൻ്റെ എക്സാം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രീഷ്യൻ, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 3 കാറ്റഗറീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 45, 197 ആൻഡ് 746/2024. ഈ ഒരു 3 എക്സാംസും ഈ ഒരു സെപ്റ്റംബർ നവംബർ കാലഘട്ടത്തിൽ, ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 4, 3, 7, 8, 9 എക്സാംസ് ഓൾറെഡി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 25 എൻഡോട് കൂടി, അതായത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ 9 എക്സാംസ് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിഗ്രി ലെവൽ ആയിരിക്കില്ല, ഒരു ഡിപ്ലോമ ITI ലെവലിലുള്ള ആസ്പിറൻസിന് വേണ്ടി ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേരള PSC. അപ്പം ഇതാണ് ഈ ഒരു 25 വരെ നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന എക്സാമിൻ്റെ ഒരു സ്കെനാരിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്ലി നമുക്ക് ഓൾറെഡി ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഓൾറെഡി നമ്മൾ കുറേ വെബിനാഴ്സും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബിളി ബൈ ജൂൺ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2, ടെക്നീഷ്യൻ ഗ്രേഡ് 2ഉം, അത് ദാറ്റ്സ് ഫോർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആൻഡ് ഇൻസ്പെക്ടറേറ്റ് ഫോർ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഈ 2 നോട്ടിഫിക്കേഷൻസും ബൈ ജൂൺ ഓർ ജൂലൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് വിത്തിൻ 6 to 8 months അതിൻ്റെ ഒരു എക്സാമും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ PSC ഡിസൈഡ് ചെയ്തിരിക്കുന്ന എക്സാംസ് ഇത് 2ആണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക്
കഴിഞ്ഞ ഒരു എക്സാം വിൻഡോയുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടറേറ്റ് വന്നു, സബ് വന്നു, വന്നു, AP വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവലിലുള്ള എക്സാമിന്റെ പാറ്റേൺ ഇങ്ങനെ അവർ കേരള PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. കാരണം റാങ്ക് ലിസ്റ്റ് 26ഓടുകൂടി നമ്മുടെ ഇൻസ്പെക്ടറേറ്റിന്റെ കാലാവധി ഓഗസ്റ്റ് 2026 എക്സ്പയർഡ് ആവുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരും. സോ ഈ ഒരു കാലയളവിൽ തന്നെ എക്സ്പയർഡ് ആവുന്ന കുറച്ച് എക്സാംസ് കൂടെയുണ്ട്. കഴിഞ്ഞ തവണത്തെ AEയുടെ കൂടെ എക്സാം നടന്നതാണ് PWDയുടെയും ഇറിഗേഷൻ്റെ ഒക്കെ AEയുടെ എക്സാം. സെയിം റാങ്ക് ലിസ്റ്റ് തന്നെയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്, സെയിം ഡേറ്റ് തന്നെയായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എക്സ്പയർഡ് ആവുന്നത് ഓൾമോസ്റ്റ് ഓഗസ്റ്റ് 26 തന്നെ ആ ഒരു PWD ഇറിഗേഷൻ AEയുടെ റാങ്ക് ലിസ്റ്റും എക്സ്പയർഡ് ആവുന്നുണ്ട്. സോ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കമ്മിങ് മന്ത്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒരു AE ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ഇറിഗേഷൻ. അതിൻ്റെ കൂടെ തന്നെ സബ് എഞ്ചിനീയർ ലാസ്റ്റ് 23ലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 23 നവംബറിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 26 നവംബറോട് കൂടി തന്നെ സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റും എക്സ്പയർഡ് ആവും. സോ നമുക്ക് ഈ ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ സബ് എഞ്ചിനീയറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഗ്രേഡ് 1 22ലാണ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ടു ബി പ്രിസൈസ് 29 ഓഗസ്റ്റ് 2022. സോ ഈ ഒരു 25 ഓഗസ്റ്റിൽ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഒരു വിതിൻ 2 months ആ ഒരു ലിസ്റ്റും എക്സ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ബിഫോർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ദെൻ വരുന്ന ഓവർസിയർ ആൻഡ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ഇറിഗേഷൻ. ആ ഒരു എക്സാമും നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന 23ലാണ്. ജൂലൈ 23 ആ ഒരു ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ബി എക്സ്പയർ ഇൻ 26 ജൂലൈ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year കൂടെ കടക്കുന്നുണ്ട്. സോ 26 ജൂലൈയിൽ ആ ഓവർസിയറിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈ നെക്സ്റ്റ് ഇയർ ഏർലിയോ അല്ലെങ്കിൽ ഈ ഒരു ഇയർ എൻഡിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ നോട്ടിഫിക്കേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രിക്കൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ലെവലിലുള്ള എക്സാംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇതിൽ മെജോറിറ്റി എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇൻസ്പെക്ടറേറ്റ് വന്ന സ്ഥിതിക്ക് ഇനി കമ്മിങ് മന്ത്സിൽ ഓരോ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസിഷൻസ് കേരള PSC എടുക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്കമിങ് ആയിട്ട് നമുക്ക് കേരള PSCയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മിങ് ഒരു മന്ത്സിൽ വരുന്ന എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസ് ഉണ്ട്. ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ഇൻടേക്ക് ഉള്ള എക്സാംസ് ആണ്. ഇപ്പോൾ കേരള PSC അത്രയും ഇല്ലെങ്കിൽ പോലും ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ എടുക്കുന്ന കുറച്ച് റിക്രൂട്ട്മെന്റ്സ് ഫോർ ഇലക്ട്രിക്കൽ, സ്പെഷ്യലി ഫോർ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ALP RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2025 നോട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ALPയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒരു എക്സാം വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് RRB JE ജൂനിയർ എഞ്ചിനീയർ. RRB JEയുടെ ഒരു നോട്ടിഫിക്കേഷൻ വളരെ അടുത്ത് തന്നെ വരാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വേക്കൻസീസ് കാണും. ഗവൺമെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് വേക്കൻസീസ് കാണും. കമ്പാരിറ്റീവ്ലി ഹ്യൂജ് എമൗണ്ട് ഓഫ് വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വെൻ കമ്പയറിംഗ് ടു കേരള എക്സാംസ് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻസ് കുറവായിരിക്കാം. ആൻഡ് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ JE ആൻഡ് SSC ജൂനിയർ എഞ്ചിനീയർ. ദെൻ SSCയുടെ ജൂനിയർ എഞ്ചിനീയർ 2025 എക്സാം നമുക്ക് ഈ ഒരു ഇയർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ALPയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ എക്സ്പയർഡ് ആയതാണ്. എക്സാം ഡേറ്റ് കമ്മിങ് വിതിൻ 2 to 3 months നമുക്ക് എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം ALPയുടെ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് RRB JE. അതിൻ്റെ ഒരു ബൈ ജൂലൈ, ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. RRBയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു വർഷം തുടക്കം മുതലേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബ്ലി ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഒരു ജൂലൈ സെപ്റ്റംബർ അല്ലെങ്കിൽ വിതിൻ ജൂലൈ ഒരു സെപ്റ്റംബർ കാലയളവിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എക്സാം നോട്ടിഫിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ക്വാളിഫിക്കേഷനായിട്ട് ഒരു RRB JEE നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. സോ ഒരു ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കാൻഡിഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം RRB ഉണ്ട്, ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം, ഹൈദരാബാദിൽ അപ്ലൈ ചെയ്യാം, പല RRB സെക്ടേഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ എക്സാം വെൻ കമ്പയറിംഗ് ടു ബാക്കി എക്സാംസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത് RRB എക്സാം. പക്ഷേ ഹ്യൂജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കാണും, പക്ഷേ ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസും കാണാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ് ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ വരുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ 2025 എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കമ്മിങ് മന്ത്സിൽ നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് SSC ജൂനിയർ എഞ്ചിനീയർ. SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം ഡേറ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡേറ്റ് ബൈ ജൂൺ എൻഡ്, ഒരു 30th അല്ലെങ്കിൽ ഈ ഒരു ജൂൺ എൻഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഒരു 1 month ഒരു ആപ്ലിക്കേഷൻ വിൻഡോ കാണും. ആൻഡ് എക്സാം ഈസ് ഷെഡ്യൂൾഡ് ഓൺ 27th October. ഒരു 27 അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് 27 to 31 എന്ന് പറയുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് ഒരു കാലയളവിലേക്ക് ഇതിൻ്റെ ഒരു എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് അഗെയിൻ ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനും ബിടെക് ഓർ ഡിഗ്രി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ പറയുന്ന SSC ജൂനിയർ എഞ്ചിനീയറിംഗ്. ജൂനിയർ എഞ്ചിനീയർ അഗെയിൻ ഹ്യൂജ് കാൻഡിഡേറ്റ്സ് കാണും, അത്യാവശ്യം നല്ല വേക്കൻസീസും കാണും, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് എബവ് മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് SSCയുടെയൊക്കെ RRBയുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹ്യൂജ് ഒരു ഗേറ്റ് ലെവലിലോ അങ്ങനെയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട, ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് എബവ് മോഡറേറ്റ് എന്ന് പറയുന്ന ഡിഫിക്കൽട്ടി ലെവലിൽ ആയിരിക്കും ഈ ഒരു എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ പാറ്റേൺ പറയുക. അഗൈൻ ഏജ് എന്ന് പറയുന്നത് 18 to 33 ഇയേഴ്സ് ഉള്ള കാൻഡിഡേറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 മുതൽ പാസ് ഔട്ട് ആയ കാൻഡിഡേറ്റ്സിനൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്ട് നോളജ് അധികം വിട്ടുപോകാൻ സാധ്യതയില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാൻഡിഡേറ്റ്സിന് വളരെ സ്കോപ്പുള്ള ഒരു വിൻഡോയാണ് നമുക്കിനി ഒരു 25 മിഡ് മുതൽ ഒരു 26 എൻഡ് വരെ അല്ലെങ്കിൽ 26 മിഡ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം കേരള PSCയുടെ ഒരു 6-7 എക്സാംസ് വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSC വരുന്നുണ്ട്, RRB വരുന്നുണ്ട്, ആൻഡ് ഗേറ്റ് പോലെയുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കാൻഡിഡേറ്റ്സിന്, ഇലക്ട്രിക്കൽ ആസ്പിരൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ വിൻഡോ ആണ് നിങ്ങൾക്ക് വരുന്നത്. അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക, അത് മാത്രമാണ് നിങ്ങൾക്ക് ഉള്ള ഒരു എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, മാക്സിമം എക്സാംസ് അപ്പിയർ ചെയ്യുക, ചാൻസസ് മിസ്സാക്കാതിരിക്കുക. കറൻ്റ്ലി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വെബിനാർസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ഇൻസ്പെക്ടറേറ്റിനെ പറ്റി തന്നിട്ട് ഇൻസ്പെക്ടർ എന്ന് AEI അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ അക്കാഡമി ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനുള്ള നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലൈവ് സെഷൻസ്, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, മന്ത്ലി എക്സാംസ് പോലുള്ള കാര്യങ്ങൾ അപ് ടു എക്സാം കോഴ്സ് സബ്ജക്റ്റ് തീർന്നിട്ട് കോഴ്സ് തീർക്കുന്ന രീതിയിലല്ല, അപ് ടു എക്സാം നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പും ഒരു കണ്ടിന്യൂസ് എക്സാം ഒരു അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ആണെങ്കിലും ശരി ഓർ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെ പറ്റിയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോഴ്സുകളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെയുള്ള ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലൊന്ന് വിളിച്ചു നോക്കുക. എക്സാംസിനെ പറ്റി അല്ലെങ്കിൽ കോഴ്സിനെ പറ്റിയോ സബ്ജക്റ്റിനെ വൈസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈൻമാൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ലൈൻമാൻ്റെ എക്സാമിൻ്റെ PWD ലൈൻമാൻ്റെ എക്സാമിൻ്റെയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി കാൻഡിഡേറ്റ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ITI കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയുള്ള കോഴ്സും ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഗെയിൻ എന്തെങ്കിലും സംശയം സബ്ജക്ട് വൈസ് ആണെങ്കിലും ശരി
കോഴ്സ് വൈസ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സിന് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ഡൗട്ട്സോ കാര്യങ്ങളോ എല്ലാം ചോദിക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് ഈ ഒരു കേരള PSCയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സസിന് ലൈൻമാൻ, ടെക്നീഷ്യൻ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത്രയും കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന RRB വരുന്നുണ്ട്, SSC വരുന്നുണ്ട്, ALP വരുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെയുള്ള എല്ലാ എക്സാംസ് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എക്സാംസിന് വേണ്ടിയുള്ളതും SSC, RRB, ALP സ്പെസിഫിക് ആയിട്ടുള്ളതുമായിട്ടുള്ള കോംപ്രഹെൻസീവ് കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സിലബസ് വൈസ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് സിലബസ് റിലീസ് ആയാൽ തന്നെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സിലബസിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു SSC പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കേരള PSC എന്നല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. മാക്സിമം എക്സാംസ് എഗെയിൻ പറയുന്നു, മാക്സിമം ഒരു എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മാക്സിമം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജോലി നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ജോലി നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ജോലി സ്യൂട്ട് ആവുന്ന ജോലി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് ബാക്കി ജോലികൾ നിങ്ങളുടെ ഒരു ഫേവർ കാരണം കിട്ടുന്നതായിരിക്കും. സോ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക, എല്ലാ എക്സാംസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക, എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. എല്ലാവരും എല്ലാ പരീക്ഷയും എഴുതുക, എല്ലാ പരീക്ഷയും ജയിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക. താങ്ക് യു.